Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. ബീരിച്ചേരി കൂലേരിയിലെ പ്രവാസി KP നിസാറിന്റെ വീട്ടിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് അപകടം നടന്നത്. KP നിസാറിന്റെ ഭാര്യ MC നുസൈബ വീട്ടിലെ അടുക്കളയിൽ പാചകത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാചകവാതക സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. അടുക്കളയിലെ മുഴുവൻ വീട്ടുപകരണങ്ങളും തീപിടിച്ച് കത്തുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. നുസൈബയുടെ മനസാന്നിധ്യം കൊണ്ട് തൊട്ടടുത്ത മുറിയിൽ കിടക്കുകയായിരുന്ന മകൾ നാഫിയെയും 40 ദിവസം പ്രായമായ പിഞ്ചുകുഞ്ഞിനെയും വാരിയെടുത്ത് പുറത്തേക്കോടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. മിനിറ്റുകൾക്കകം പാചകവാതക സിലിണ്ടർ പൊട്ടി അടുക്കളയിൽ പറന്നു നടന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നടക്കാവിൽ നിന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന എത്തി 1 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അടുപ്പ് സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിത്തെറിക്കുകയും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, കിടപ്പുമുറിയിലെ എയർ കണ്ടീഷണർ, പാത്രങ്ങൾ, റാക്കുകൾ, വയറിങ്ങുകൾ, ഒരു iPhone എന്നിവ പൂർണ്ണമായി കത്തിനശിക്കുകയും ചെയ്തു. തീപിടുത്തത്തിൽ 10 ലക്ഷത്തിൽ പരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കരുതുന്നു. തീപിടുത്തം ഉണ്ടായത് എൻ്റെ മരുമകൻ്റെ ഭാര്യ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. സിലിണ്ടറിൻ്റെ സൈഡിൽ നിന്നിങ്ങനെ ഒരു സൗണ്ട് പോലെ കേട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ചൂട് പോലെ അടിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായതെന്തോ സിലിണ്ടർ സൈഡിൽ നിന്ന് ലീക്ക് അടിക്കുന്നുണ്ടെന്ന്. ആ സ്പോട്ടിന് അവൾ തൊട്ടടുത്ത മുറിയിലുണ്ടായ മകളും മകളുടെ ചെറിയ 40 ദിവസമായ കുട്ടിയും ഉണ്ടായിരുന്നു. അവളെ എടുത്ത് ഓടിക്കോ പറഞ്ഞ് പുറത്തേക്ക് ഓടുന്ന സമയത്ത് ഇലക്ട്രിക് ബ്രേക്കറും കൂടി ഓഫാക്കിയിട്ട് പുറത്തോട്ട് പോയതിന് ശേഷം ഇത് പൊട്ടിത്തെറിക്കുകയും ഇത് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ റൂമിൻ്റെ അകത്ത് സിലിണ്ടർ ഇങ്ങനെ പാറിക്കളിക്കുകയാണ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓരോ മഴക്കാലവും വന്നെത്തുമ്പോൾ സംസ്ഥാനത്ത് പ്രളയം പതിവ് ദുരിതമായി മാറുകയാണ്. പുഴയോരവാസികളും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരുമ്പോഴും പ്രകൃതിയുടെ ഈ പ്രതിഭാസത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അടിക്കടി ഉണ്ടാകുന്ന പ്രളയങ്ങൾക്ക് പ്രധാന കാരണം പുഴകളുടെയും നദികളുടെയും ജലസംഭരണ ശേഷി വൻതോതിൽ കുറയുന്നതാണെന്ന വാദം ശക്തമാവുകയാണ്. വർഷങ്ങളായി പുഴകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാത്തതാണ് വെള്ളപ്പൊക്കത്തിന് വഴിവെക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മണൽവാരൽ പൂർണ്ണമായി നിരോധിച്ചതാണ് പുഴകളുടെ ആഴവും ജലസംഭരണ ശേഷിയും കുറയാൻ കാരണമായതെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങളോടെയും പരിധിയോടെയും പുഴകളിൽ നിന്ന് മണലെടുപ്പ് പുനരാരംഭിച്ചാൽ പ്രളയഭീഷണിക്ക് ഒരു പരിധിവരെ ശമനമുണ്ടാകുമെന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ പുഴകളിൽ നിന്നുള്ള അമിതമായ മണലെടുപ്പ് കനത്ത കരയിടിച്ചിലിനും നദീതീരങ്ങളുടെ നാശത്തിനും കാരണമാകുമെന്ന മുന്നറിയിപ്പുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തുണ്ട്. അനിയന്ത്രിതമായ മണലൂറ്റൽ പുഴകളുടെ സ്വാഭാവിക ഒഴുക്കിനെയും ആവാസ വ്യവസ്ഥയും തകർക്കുമെന്നാണ് ഇവരുടെ ആശങ്ക. അതേസമയം സംസ്ഥാനത്തെ പുഴകളിൽ മണൽവാരൽ നിരോധിച്ചതിന് പിന്നിൽ കരിങ്കൽ ക്വാറി മാഫിയയുടെ ഇടപെടലാണെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. മണൽവാരൽ നിരോധിച്ചതോടെ നിർമ്മാണ മേഖല പൂർണ്ണമായും കരിങ്കൽ ഉൽപ്പന്നമായ എംസാൻഡിനെ ആശ്രയിക്കാൻ നിർബന്ധിതമായി. ഇത് ക്വാറി ഉടമകൾക്ക് കോടികളുടെ ലാഭമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. സർക്കാരും ക്വാറി ഉടമകളും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് മണൽവാരൽ പൂർണ്ണമായി നിരോധിച്ചതെന്ന ആരോപണവും ശക്തമാണ്. മണൽവാരൽ നിരോധിച്ചതോടെ പരമ്പരാഗതമായി ഈ മേഖലയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ പുഴകളുടെ ആഴം കൂട്ടി പ്രളയസാധ്യത കുറയ്ക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. കൃത്യമായ പഠനം നടത്തി പുഴകളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടാത്ത രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ മണ്ണും മണലും നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്,
പിലാത്ര. കാര്യങ്കോട് പുഴയിലെ മുക്കടയിൽ സ്ഥാപിക്കുന്ന വൻകിട ജലപദ്ധതിക്കെതിരെ നാട്ടുകാർ രംഗത്ത്. 422 കോടി രൂപയുടെ പദ്ധതി നടപ്പായാൽ പുഴയും നാടും മരുഭൂമിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കയ്യൂർ ചീമേനി പഞ്ചായത്തിന് അതിരിടുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട പുഴകളിലൊന്നായ കാര്യങ്കോട് പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുവാനുള്ള വൻകിട പദ്ധതിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. 422 കോടി രൂപ ചിലവ് വരുന്നതാണ് പദ്ധതി. കരിവെള്ളൂർ പെരളം, കാങ്കോൽ ആലപ്പടമ്പ്, ചെറുവത്തൂർ, പിലിക്കോട്, തൃക്കരിപ്പൂർ, വലിയപറമ്പ് എന്നീ 6 പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇത് പ്രാവർത്തികമായാൽ ഈ നാടിന്റെ കുടിവെള്ളം മുട്ടുമെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ദിവസം ശരാശരി 4 കോടി ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന ജലപദ്ധതിയാണിത്. ഫലത്തിൽ കേരള വാട്ടർ അതോറിറ്റി മുക്കടയിൽ സ്ഥാപിക്കാൻ പോകുന്ന പദ്ധതി ആയിരക്കണക്കിന് വരുന്ന ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ കുടിവെള്ളം ഇല്ലാതാക്കും. ഈ പ്രദേശത്തെ കൃഷിയെയും ഇത് ദോഷകരമായി ബാധിക്കും. പഴയ മുക്കട തോണിക്കടവിനടുത്ത് 20 സെന്റ് സ്ഥലം വിലയ്ക്കു വാങ്ങിയാണ് വലിയ കുളം കുഴിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പള്ളിപ്പാറയിൽ വലിയ ജലസംഭരണ ടാങ്കിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു. റോഡിനരികിൽ 3 മീറ്റർ ആഴത്തിലാണ് പൈപ്പ് സ്ഥാപിക്കുക. ഇതിനായി റോഡരികിൽ പൈപ്പിട്ട് കഴിഞ്ഞു. പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. നമ്മുടെ തേജസ്വിനി പുഴയിൽ നിന്ന് മുക്കട കേന്ദ്രീകരിച്ചുകൊണ്ട് വൻതോതിൽ ജലം ഊറ്റുന്നതിനുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന് നാട് ഒരുങ്ങുകയാണ്. ഇവിടെ സാധാരണ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ദിവസം 2 കോടി മുതൽ 2.5 കോടി ലിറ്റർ വരെ വെള്ളം ഊറ്റുന്ന ഒരു പദ്ധതിയാണ് തൃക്കരിപ്പൂർ അഡ്ജോയിങ് പഞ്ചായത്ത് എന്ന വിഭാവനം ചെയ്യുന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 3 കോടി മുതൽ 3.5 കോടി വരെ എത്തുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ പുഴ വറ്റി വരണ്ട് ഈ നാട് തന്നെ നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കണ്ണൂർ ജില്ലയിലെ 2 പഞ്ചായത്തിലേക്കും കാസർഗോഡ് ജില്ലയിലെ 5 പഞ്ചായത്തിലേക്കും തേജസ്വിനി പുഴയിൽ നിന്നും മുക്കട കേന്ദ്രീകരിച്ചുകൊണ്ട് ജലം ഊറ്റുന്ന പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ കുന്നും ചെരുവുകളിലും സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ കുടിവെള്ളം കിട്ടാത്ത രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നാട് മാറുമെന്ന് മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട് ഒട്ടാകെ ഒന്നടങ്കം ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിശക്തമായ പ്രക്ഷോഭത്തിന് രൂപം നൽകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാസർഗോഡ് ജില്ലയിലെ മുക്കടയിൽ സ്ഥാപിക്കുന്ന ജലപദ്ധതിക്കെതിരെ ഒറ്റയാൾ സമരവുമായി അശോകൻ പെരിങ്ങാര. 7 മണിക്കൂർ പൈപ്പിനകത്തിരുന്നാണ് അശോകൻ തന്റെ പ്രതിഷേധം നടത്തിയത്. കാസർഗോഡ് ജില്ലയിലെ മുക്കടയിൽ സ്ഥാപിക്കുന്ന ജലപദ്ധതിക്കെതിരെ ഒറ്റയാൾ സമരവുമായി അശോകൻ പെരിങ്ങാര. 7 മണിക്കൂറോളം വഴിയോരത്തിട്ട പൈപ്പിനകത്തിരുന്നാണ് അശോകൻ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. രാവിലെ 9 മണി മുതൽ 4 മണി വരെ അശോകൻ പൈപ്പിനുള്ളിൽ കഴിച്ചുകൂട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന് തേജസ്വിനി പുഴയെ കൊല്ലരുത് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 6 മണിക്കൂർ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ടൊരു പ്രതിഷേധമാണ്. ഇത് നടത്താനുള്ള കാരണം പ്രതിദിനം 4 കോടി വെള്ളം ഈ തേജസ്വിനി പുഴയിൽ നിന്ന് വാട്ടർ അതോറിറ്റി ഒരു വലിയ വൻ പദ്ധതി കൊണ്ട് വന്നിരിക്കുകയാണ്. ജലചൂഷണം അനുവദിക്കില്ല, പുഴയെ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും സ്ഥലത്ത് സ്ഥാപിച്ചിരുന്നു. നിരവധി പേർ അശോകന് അഭിവാദ്യമർപ്പിക്കാനെത്തി. മുമ്പും നിരവധി പ്രശ്നങ്ങളിൽ ഒറ്റയാൾ സമരങ്ങളുമായി അശോകൻ പെരിങ്ങാര രംഗത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ LIC ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ജനജീവിതം ദുസ്സഹമാക്കുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ ബസ് കണ്ടക്ടർമാർ തന്നെ റോഡിലിറങ്ങേണ്ട അവസ്ഥയിലാണ്. യാത്രക്കാരെ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ളതിനാൽ ടിക്കറ്റ് നൽകുന്നതോടൊപ്പം റോഡിലിറങ്ങി ഗതാഗതക്കുരുക്കഴിക്കാൻ പാടുപെടുകയാണ് ജീവനക്കാർ. ഇവിടെ കുരുക്കിൽപ്പെട്ട് സമയം നഷ്ടപ്പെടുന്നതോടെ പിന്നീട് കൃത്യസമയം പാലിക്കാൻ ബസ്സുകൾക്ക് മരണപ്പാച്ചിൽ നടത്തേണ്ടി വരുന്നു. ഒരു ബസ് കടന്നുപോയാൽ തൊട്ടു പിന്നാലെ എത്തുന്ന ബസ്സുകളിലെ ജീവനക്കാരാണ് പിന്നീട് ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ചില സമയങ്ങളിൽ ഓട്ടോ ഡ്രൈവർമാരും വഴിപോക്കരും ഇവർക്ക് സഹായവുമായി എത്താറുണ്ട്.
എന്നാൽ ഈ സമയത്തൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ നിയമപാലകർ വാഹനങ്ങളിൽ കടന്നുപോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. റോഡിലിറങ്ങുന്ന വാഹന ഡ്രൈവർമാരുടെ മാന്യതയില്ലായ്മയും വകതിരിവില്ലാത്ത ഡ്രൈവിംഗുമാണ് കുരുക്ക് ഇത്രത്തോളം വഷളാക്കുന്നത്. ഒരു വാഹനം കടന്നുപോകാൻ സൗകര്യം നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ പലപ്പോഴും ഉള്ളുവെങ്കിലും ഡ്രൈവർമാരുടെ അനാവശ്യ ധൃതി സ്ഥിതി സങ്കീർണമാക്കുന്നു. റോഡിൽ ചെറിയ ഇടവഴി കിട്ടിയാൽ അതിലൂടെ കയറി കുരുക്കുകൂട്ടുന്ന ഇരുചക്ര വാഹനയാത്രക്കാരുമുണ്ട്. ഓട്ടോകളും കാറുകളും തെറ്റായ ദിശയിലൂടെ വന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നുമുണ്ട്. നഗരസഭ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്ന് വലിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും വാഹനമോടിക്കുന്നവരുടെ സഹകരണമില്ലായ്മ കാരണം ഇതെല്ലാം പരാജയപ്പെടുകയാണ് പതിവ്. ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം ഇനി പുതിയ ആകാശപാത വന്നാൽ പോലും പയ്യന്നൂരിലെ അഴിയാക്കുരുക്കിന് പരിഹാരമുണ്ടാകില്ല. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ അടിയന്തരമായി ട്രാഫിക് പോലീസിനെയോ ഹോംഗാർഡിനെയോ നിയമിക്കണമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സർജന്റെ ഒഴിവ് നികത്താത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. രോഗികളുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. പ്രതിദിനം 1000-ഓളം രോഗികൾ ആശ്രയിക്കുന്ന പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സർജന്റെ ഒഴിവ് നികത്താത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സർജൻ കഴിഞ്ഞ ആഗസ്റ്റ് 1 മുതൽ സ്ഥലം മാറിപ്പോയെങ്കിലും ഇതുവരെ പകരം നിയമനം നടന്നിട്ടില്ല. ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ്. സർജറി ആവശ്യങ്ങൾക്കായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന സാധാരണക്കാർക്ക് സർജന്റെ അഭാവം വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുന്ന രോഗികളുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകുകയും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടറും ഇമെയിൽ സന്ദേശം അയക്കുകയും ചെയ്തു. പ്രതിഷേധ പരിപാടിയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി അനീഷ, ബ്ലോക്ക് സെക്രട്ടറി CV രഹനേജ്, പ്രസിഡന്റ് C ഷിജിൽ, ജോയിന്റ് സെക്രട്ടറി K മനുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട കരിവള്ളൂർ പെരളം കൃഷിഭവനിലെ കൃഷി ഓഫീസർ AN അനുഷയ്ക്ക് അനുമോദനവുമായി ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട കരിവള്ളൂർ പെരളം കൃഷിഭവനിലെ കൃഷി ഓഫീസർ AN അനുഷയ്ക്ക് അനുമോദനവുമായി ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും അഭിമാനമായി മാറിയിരിക്കുക. ജില്ലയിലെ ഏറ്റവും നല്ല കൃഷി ഓഫീസറുടെ അവാർഡ് നേടി വലിയ രാജകുമാരിയെ പോലെ നിൽക്കുകയാണ്. അഭിമാനത്തോടെ നമുക്ക് ഒരു അവാർഡല്ല, ഇത് ഏറ്റവും നല്ല ജില്ലയിലെ കൃഷി ഓഫീസർ. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ക്ലസ്റ്ററിന് നമ്മുടെ കിണർമുക്ക് പായം, അവിടെ ഞങ്ങൾ പോയിട്ട് വരുന്നത് ഏറ്റവും നല്ല ജൈവ കർഷകൻ കുഞ്ഞുകർഷകൻ. കൃഷി ഓഫീസറെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പ്രീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി, VV പ്രദീപൻ, KG ബിന്ദുമോൾ, K കമലാക്ഷൻ, NK അശോകൻ, K സജിനി, P നിഷ, E പ്രഭാവതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ കോറോം വനിതാ പോളിടെക്നിക് കോളേജിൽ ചരിത്രപരമായ പ്രവേശന നേട്ടം. 4 പ്രോഗ്രാമുകളിലുമായി 121 ആൺകുട്ടികളും 121 പെൺകുട്ടികളും അടക്കം 242 വിദ്യാർത്ഥികളും പ്രവേശനം നേടി. ഒരു സീറ്റ് പോലും ഒഴിഞ്ഞുകിടക്കാതെ മുഴുവൻ സീറ്റുകളും നിറഞ്ഞതും ശ്രദ്ധേയമായി. സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം പയ്യന്നൂർ കോറോം വനിതാ പോളിടെക്നിക് പ്രവേശനത്തിൽ ആൺകുട്ടികൾക്കായി 50% സീറ്റുകൾ സംവരണം ചെയ്തതോടെ പോളിടെക്നിക് കോളേജിൽ ചരിത്രപരമായ പ്രവേശന നേട്ടം. കോളേജിലെ ആകെ ലഭ്യമായ 242 സീറ്റുകളിലും പ്രവേശനം പൂർത്തിയായപ്പോൾ 121 ആൺകുട്ടികളും 121 പെൺകുട്ടികളും പ്രവേശനം നേടി ലിംഗാനുപാതം 50-50 എന്ന നിലയിലെത്തി.
4 പ്രോഗ്രാമുകളിലായി നടന്ന പ്രവേശനത്തിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ 24 ആൺകുട്ടികളും 39 പെൺകുട്ടികളും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 31 ആൺകുട്ടികളും 32 പെൺകുട്ടികളും പ്രവേശനം നേടി. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ 44 ആൺകുട്ടികളും 19 പെൺകുട്ടികളും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ 22 ആൺകുട്ടികളും 31 പെൺകുട്ടികളുമാണ് പ്രവേശനം നേടിയത്. ഒരു സീറ്റ് പോലും ഒഴിഞ്ഞുകിടക്കാതെ മുഴുവൻ സീറ്റുകളും നിറഞ്ഞതും ആൺപെൺ വിദ്യാർത്ഥികളുടെ എണ്ണം കൃത്യം തുല്യമായതും പയ്യന്നൂർ പോളിടെക്നിക്കിന്റെ ജനപ്രീതിയും സാങ്കേതിക വിദ്യാഭ്യാസത്തോടുള്ള വിദ്യാർത്ഥികളുടെ വർദ്ധിച്ചുവരുന്ന താൽപര്യവുമാണ് വ്യക്തമാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ ഗാന കഹാനി ഫുഡ് ഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചു. ലസാറോ മാനേജിംഗ് ഡയറക്ടർ ജോബി KP ഉദ്ഘാടനം ചെയ്തു. രുചിയുടെയും സർഗാത്മകതയുടെയും വൈവിധ്യത്തിന്റെയും ആഘോഷമായി പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ ഖാന കഹാനി വേർ എവരി ബീറ്റ് ടെൽസ് എ സ്റ്റോറി എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ലസാരോ മാനേജിംഗ് ഡയറക്ടർ ജോബി KP ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ലസാരോ അക്കാദമി പ്രിൻസിപ്പൽ നയന പെരിയാടൻ സ്വാഗതം പറഞ്ഞു. ഷെഫ് ഷാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലസാരോ അക്കാദമി CEO R ദേവകി മേനോൻ, വിവിധ വകുപ്പ് മേധാവികളായ അഫീദ KT, അഫേസ് ടാംടൺ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭക്ഷണ സ്റ്റാളുകളായിരുന്നു ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം. വ്യത്യസ്ത രുചികളും വിഭവങ്ങളും അവതരിപ്പിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ സംരംഭകത്വം, ആശയവിനിമയം, ഭക്ഷ്യസംസ്കാരം, മാനേജ്മെന്റ് കഴിവുകൾ എന്നിവ പ്രായോഗികമായി പ്രകടിപ്പിക്കാനുള്ള വേദിയായും ഫുഡ് ഫെസ്റ്റ് മാറി. രസ്ന രാജു M, സുൽത്താൻ N എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അഞ്ജലി KV നന്ദി അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്റർ ക്ലബ് സംസ്ഥാന കായികമേളയിൽ നാടിന്റെ അഭിമാനമായി കാങ്കോൽ ഫാസ്റ്റ് അക്കാദമി. അക്കാദമിയെ പ്രതിനിധീകരിച്ച് മത്സരരംഗത്തിറങ്ങിയ 5 താരങ്ങളാണ് വിജയതീരമണിഞ്ഞത്. ഇന്റർ ക്ലബ്ബ് സംസ്ഥാന കായികമേളയിൽ തിളക്കമാർന്ന നേട്ടവുമായി കാങ്കോൽ ഫാസ്റ്റ് അക്കാദമി. അക്കാദമിയെ പ്രതിനിധീകരിച്ച് മത്സരരംഗത്തിറങ്ങിയ 5 മികച്ച താരങ്ങളാണ് നാടിന് വേറിട്ട നേട്ടവും അഭിമാനവും സമ്മാനിച്ചത്. നിരഞ്ജന PV, ഐശ്വര്യ, ആഗ്നേയ പ്രശാന്ത്, ശ്രീയ അഭിനവ് എന്നിവരാണ് വ്യത്യസ്ത കായിക ഇനങ്ങളിൽ മെഡൽ നേട്ടം കൊയ്തത്. കഠിനാധ്വാനവും കൃത്യമായ ലക്ഷ്യബോധവും ചേർന്നപ്പോൾ സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ പ്രതിഭകൾക്ക് സാധിച്ചു. ഈ മിന്നുന്ന വിജയത്തിന് പിന്നിൽ ത്യാഗമില്ലാതെ അധ്വാനിച്ച പരിശീലകൻ അഖിൽദാസിന്റെ മികച്ച കോച്ചിങ്ങും മാർഗനിർദ്ദേശവുമാണ്. ഈ കഴിഞ്ഞ 6, 7, 8 തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടന്ന ഇന്റർ ഡിസ്ട്രിക്ട് 19ാമത് ഇന്റർ ക്ലബ്ബ് അത്ലറ്റിക്സ് മേളയിൽ നമ്മുടെ അക്കാദമി, ഫാസ്റ്റ് അക്കാദമി, നിരവധി കോളേജ്, സ്കൂള്, ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരത്തിൽ 18ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അതുപോലെ നമുക്ക് 6 മെഡലുകളാണ് കരസ്ഥമാക്കിയത്. 2 ഗോൾഡ്, 1 സിൽവർ, 3 ബ്രൗൺസ് എന്നതാണ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അതിൽ വാക്കിങ്ങിൽ ഗോൾഡ്, അതുപോലെ നമ്മുടെ ട്രയാത്ലൻ B കാറ്റഗറിയിൽ ഗോൾഡും, പിന്നെ ഹെപ്റ്റാത്തലൻ 1 സിൽവർ, ഹെപ്റ്റാത്തലൻ തന്നെ വേറെ കാറ്റഗറിയിലായിട്ട് ബ്രൗൺസ്, 3 ബ്രൗൺസും ആണ് വന്നിരിക്കുന്നത്. അതിരാവിലെ കളിക്കളത്തിലെത്തി കഠിനമായ പരിശീലനം നടത്തുന്നതാണ് ഇവരുടെ മികവിന് പിന്നിലുള്ളത്. നിരവധി കായിക താരങ്ങൾക്ക് സൗജന്യ പരിശീലനത്തിലൂടെ ഉയരങ്ങളിലെത്താനും കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയിലെ ശിക്ഷണം സാധ്യമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയുടെ PN പണിക്കർ അവാർഡ് നേടിയ തൃക്കരിപ്പൂർ എടാട്ടുമ്മലിലെ VV കൃഷ്ണന് പൗരസ്വീകരണം നൽകി. തൃക്കരിപ്പൂർ P കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന അനുമോദന യോഗം സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായ കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയുടെ സംസ്ഥാന അവാർഡ് നേടിയ VV കൃഷ്ണന് തൃക്കരിപ്പൂരിൽ പൗരസ്വീകരണം നൽകി. P കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ സന്ദീപ് വാര്യർ MLA ഉപഹാര സമർപ്പണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ TV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാൻഫെഡ് ജില്ലാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അനുമോദന പ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ രാഘവൻ മാണിയാട്ട് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മനു, സംഘാടക സമിതി കൺവീനർ KV രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KV ജനാർദ്ദനൻ, AGC ബഷീർ, TV ഷിബിൻ, EV ദാമോദരൻ, E ബാലകൃഷ്ണൻ, C ബാലൻ, PP രഘുനാഥൻ, A നാരായണൻ മാസ്റ്റർ, പ്രസാദ് ഒളവറ തുടങ്ങിയവർ പ്രസംഗിച്ചു. VV കൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ പേരളം പഞ്ചായത്ത് 10ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു.
പെരളം ALP സ്കൂളിൽ നടന്ന പരിപാടിയിൽ പയ്യന്നൂർ SI സുവർണൻ KV ബോധവത്കരണ ക്ലാസ് എടുത്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് 10ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പെരളം ALP സ്കൂളിൽ നടന്ന പരിപാടിയിൽ പയ്യന്നൂർ SI KV സവർണൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമ്മുടെ സമൂഹത്തെ ആകമാനം കുട്ടികളെ, രക്ഷിതാക്കളെ, യുവാക്കളെ, പൊതുജനങ്ങളാകമാനം തന്നെ എന്താണ് ഈ ലഹരി നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനെങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും, എന്തൊക്കെ മുൻകരുതലുകൾ, പ്രവർത്തനങ്ങൾ ആണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ടത് എന്നുള്ള ബോധവൽക്കരണം, അവയർനെസ് ആ ഒരു പ്രവർത്തനം കൂടി ഭാഗമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ M പ്രമോദ്, ICDS ഓഫീസർ സുജാത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായിപ്പാറ സംരക്ഷണ സമ്മേളനം ആഗസ്റ്റ് 22-ന് മാടായിപ്പാറയിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം സീക്ക് ഡയറക്ടർ TP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം വടുകുന്ന തടാകക്കരയിൽ നടന്നു. സംഘാടക സമിതി യോഗം സീക്ക് ഡയറക്ടർ TP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. 1990-കൾക്ക് ശേഷം ഇത് പൂർണ്ണമായും ഖനനം ചെയ്ത് മാറ്റാനുള്ള, അതായത് ലിഗ്നൈറ്റ് ബോക്സൈറ്റ് ഖനനത്തിനു വേണ്ടി പൂർണ്ണമായും തീരെഴുതി കൊടുത്തപ്പോൾ അതിനെതിരെ അതിശക്തമായ പഠന സമരങ്ങൾ, കാരണം പഠനങ്ങളില്ലാതെ ഇത്തരം സംരംഭങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അറിവിൽ അനേകം പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളോടൊപ്പം തന്നെ ഇവിടെയുള്ള അമ്പല കമ്മിറ്റികൾ, അതായത് വിശ്വാസികളായ ആൾക്കാർ, മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ PP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ചെയർമാൻ ഡോക്ടർ VC ബാലകൃഷ്ണൻ, കൺവീനർ KE കരുണാകരൻ, VS അനിൽകുമാർ, VP മുഹമ്മദ് അലി, ജിതേഷ് കണ്ണപുരം, C സുനിൽകുമാർ, KP ഉമേഷ്, TV രാജേന്ദ്രൻ, മടപ്പള്ളി പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഇലക്കറിമേള സംഘടിപ്പിച്ചു. ഏറ്റുകുടുക്ക സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് കുടുംബശ്രീ ADSന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഇലക്കറിമേള സംഘടിപ്പിച്ചു. ഏറ്റുകുടുക്ക സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ ഉദ്ഘാടനം ചെയ്തു. അവിടെ വിൽപ്പനക്കടക്കം ധാരാളം വിൽപ്പനക്കടക്കം കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ CDSഉം അതുപോലെ തന്നെ നമ്മുടെ 1ാം വാർഡ് ADSഉം ഏറ്റെടുത്ത് നടത്തുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിജയൻ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ ജയശ്രീ U, പ്രഥമാധ്യാപിക K പ്രസീത ടീച്ചർ, ഡെസ്നിയ സാബു, GRC കൗൺസിലർ ശ്രുതി, പുഷ്പവല്ലി NV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇലകൾ കൊണ്ടുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ കുട്ടികൾക്ക് പുതിയ അനുഭവമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പതാക പ്ലാറ്റ്ഫോം സ്ഥാപിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം SKP സക്കറിയ ഉദ്ഘാടനം നിർവഹിച്ചു. SBIയുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിൽ പതാക പ്ലാറ്റ്ഫോം നിർമ്മിച്ചത്. സ്കൂളിലെ VHSE വിഭാഗം NSS നേതൃത്വം നൽകിയാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം SKP സക്കറിയ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും ഭാവിതലമുറകളായ വിദ്യാർത്ഥികൾ എല്ലാ തരത്തിലും സ്വന്തം രാജ്യത്തെയും രാജ്യത്തിന്റെ സമൂഹത്തോടും എല്ലാവിധ കടപ്പാടുകളും സ്നേഹങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഐക്യത്തിന്റെയും ഉദാഹരണങ്ങളായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടി രാജ്യത്തിന് എല്ലാം സംഭാവനകളെ കഴിയുന്ന EP ഹേമചന്ദ്രൻ, സുജിത് കുമാർ U, രേഷ്മ ബാലൻ K, U സജിത് കുമാർ, ജദീപ് M, ഡോക്ടർ ഷീജ P, ഹൈമ M, മോഹനൻ കക്കോപ്രവൻ, R ഉദയകുമാരി, ഗോപി P, ജയകൃഷ്ണൻ C, റഷീദ ലിബിൻ, അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കരിവള്ളൂർ റോട്ടറി കുണിയൻ PBK LP സ്കൂളിന് CCTV വിതരണം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ റോട്ടറി കുണിയൻ PBK LP സ്കൂളിന് CCTV വിതരണം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ നിർവഹിച്ചു. കരിവള്ളൂർ റോട്ടറി പ്രസിഡന്റ് രാജീവൻ P. അധ്യക്ഷത വഹിച്ചു. V. സുരേന്ദ്രൻ, ദിവാകരൻ, K. സുരേന്ദ്രൻ, പ്രഥമാധ്യാപകൻ സജിൽകുമാർ KP, P. പവിത്രൻ, സന്തോഷ് K, EP ശശിധരൻ മാസ്റ്റർ, PP രചന, മഞ്ജു TP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSKTU രാമന്തളി വില്ലേജ് സമ്മേളനം രാമന്തളി OK മന്ദിരത്തിൽ നടന്നു. KSKTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. KSKTU രാമന്തളി വില്ലേജ് സമ്മേളനം OK മന്ദിരത്തിൽ KSKTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് രാമന്തളിയിലെ ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമെന്ന ചോദ്യത്തിനാണ് ഈ സമ്മേളനം ഉത്തരം കൊടുക്കേണ്ടത്. അതിനെന്താണ് നമ്മുടെ മുന്നിലെ വഴി? ഇന്നലെ നമ്മുടെ സമരത്തിനായിരുന്നു പുതിയ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള സമരമായിരുന്നു. ഇപ്പോൾ നാം നടത്തുന്ന സമരം എന്താണ്? പുതിയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരം നടത്തുന്നതോടൊപ്പം എന്താണ് നിലവിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സമരം നടത്തുന്നത്. പോത്തേര കൃഷ്ണൻ, ശകുന്തള KV, റീന, ഭവാനി VV, രജനി K തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറിയായി K. ചന്ദ്രനെയും പ്രസിഡന്റായി PV ചന്ദ്രനെയും ജോയിന്റ് സെക്രട്ടറിയായി PV സന്തോഷ്, വൈസ് പ്രസിഡന്റായി രാധാമണി E എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമായണ മാസാചരണ ഭാഗമായി തൃക്കരിപ്പൂർ രാമായണ മാസാചരണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. അദ്വൈത ചിന്തകനും പ്രഭാഷകനുമായ കൊളത്തൂർ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പ്രഭാഷണം നടത്തി. രാമോ വിഗ്രഹവാൻ ധർമ്മഃ എന്ന വാക്യത്തിലൂടെ ധർമ്മനിഷ്ഠയുടെ പ്രതീകമായാണ് രാമായണത്തിലൂടെ ആദികവി വാത്മീകി രാമനെ ലോകത്തിനു മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ജാതിമത വർഗ ചിന്തകൾക്കതീതമായി ശ്രീരാമനെ ഭാരതീയ സംസ്കൃതിയുടെ പ്രതിപുരുഷനായാണ് സർവരും മാനിക്കേണ്ടതെന്ന് സ്വാമിജി പറഞ്ഞു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ പ്രഭാഷണത്തിന് ശേഷം നടന്ന സംവാദ സദസ്സിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സ്വാമി മറുപടി നൽകി. കെ ശ്രീധരൻ കലയക്കാരൻ ദീപപ്രോജ്വലനം നടത്തി. K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PV രാജീവൻ രാമായണ പാരായണം നടത്തി. CP രാജീവൻ, AV സദാനന്ദൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. V. ബാലകൃഷ്ണൻ നായർ ഉപഹാര സമർപ്പണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.